നാട്ടിലെ വലിയൊരു വിരുന്നിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു നസ്രുദ്ദീൻ ഹോജ. ആവേശം മൂത്ത് ആദ്യം കണ്ട പ്രമാണിമാർക്കുള്ള പ്രവേശന കവാടത്തിലൂടെ അകത്ത് കടക്കാൻ ശ്രമം നടത്തി. എന്നാൽ സാധാരണ വേഷത്തിലെത്തിയ ഹോജയെ തടഞ്ഞുകൊണ്ട് കാവൽക്കാർ പറഞ്ഞു, നിങ്ങൾക്കുള്ള വാതിൽ അപ്പുറത്താണ്. അഗതികൾക്കും യാചകർക്കും കടന്നു പോകാനുള്ള മറ്റൊരു വഴി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ പറഞ്ഞു. അപമാനിതനായ ഹോജ മടങ്ങിപ്പോയി. പിന്നീട് വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും തലപ്പാവും ധരിച്ച് തിരിച്ചെത്തി. ഇത്തവണ അതേ കാവൽക്കാർ തന്നെ അദ്ദേഹത്തെ ആദരവോടെ ക്ഷണിച്ച് അകത്തേക്ക് പ്രവേശിപ്പിച്ചു. അനുയോജ്യത അത്യന്താപേക്ഷിതമാണ്, അല്ലെങ്കിൽ അപഹാസ്യരാകും. ഒരു സ്ഥലത്ത് കയറണമെങ്കിൽ അതിന് അനുയോജ്യമായ മാനസിക നിലയും വേഷവിധാനവും വേണം. മേലങ്കിയും തലപ്പാവും ധരിച്ച് നീന്തൽക്കുളത്തിൽ ഇറങ്ങാനാവില്ല. അവിടെ നീന്തൽ വേഷം തന്നെ വേണം. വിവാഹ വസ്ത്രങ്ങൾ അണിഞ്ഞ് വിലാപയാത്രയിൽ പങ്കെടുക്കുന്നത് യുക്തിക്ക് നിരക്കാത്ത കാര്യമാണ്. ഏത് കർമ്മത്തിനും അത് നിഷ്കർഷിക്കുന്ന നിബന്ധനകളിലൂടെ കടന്നുപോയേ മതിയാകൂ. അത് ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന വ്യവസ്ഥിതികളോടുള്ള ബഹുമാനമാണ്. സ്വന്തം നിലവാരത്തോടുള്ള ജാഗ്രതയും. ഞാൻ എങ്ങനെ പെരുമാറിയാലും ഏത് രീതിയിൽ പ്രത്യക്ഷപ്പെട്ടാലും ആളുകൾ അംഗീകരിക്കണമെന്നും ആദരിക്കണമെന്നും ഉള്ളത് അഹങ്കാരത്തിന്റെ പ്രദർശനമാണ്. ഏതൊരു പദവിയിലേക്കും പ്രവേശിക്കാൻ രണ്ടു വഴികളുണ്ട്. ഒന്ന്, യോഗ്യതയുടെ രാജപാതയിലൂടെ തലയുയർത്തി വരിക. രണ്ട്, ശുപാർശകളിലൂടെയോ കുറുക്കുവഴികളിലൂടെയോ പിൻവാതിലിലൂടെ വരിക. സ്വന്തം അർഹതയിൽ വിശ്വസിച്ച് കടന്നു വരുന്നവന് ആരുടെയും ഔദാര്യം കാത്തു നിൽക്കേണ്ടി വരില്ല. അതിൽ അന്തസ്സുണ്ട്. മറിച്ച് ശുപാർശ എന്നത് അയോഗ്യതയുടെ മറ്റൊരു പേരു മാത്രമാണ്. യോഗ്യതയുള്ളവർ വരേണ്ടിടത്ത് അറിവും അനുഭവവും ഇല്ലാത്തവർ കയറിക്കൂടിയാൽ എന്തായിരിക്കും ഫലം? യോഗ്യതയില്ലാത്തവരെ പടിവാതിൽക്കൽ തന്നെ അകറ്റി നിർത്തുവാൻ നമ്മുടെ കാവൽക്കാർ ജാഗ്രത കാണിച്ചിരുന്നുവെങ്കിൽ ഓരോ വേദിയും എത്ര മനോഹരവും പവിത്രവുമാകുമായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രതികരണങ്ങളാണ് എൻ്റെ മോട്ടിവേഷൻ. താങ്ക്